നിങ്ങൾക്ക് ഈ കാലം ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ടോ? വെല്ലുവിളി ഉണ്ടെങ്കിലും നമ്മൾ നേരിടാനുള്ള തീരുമാനിച്ചിരിക്കുകയാണ്. അത് അടിസ്ഥാനപരമായിട്ട് അന്നമാണെന്നുള്ളതാണോ? ഒരു ബാൻഡ് ഫോം ചെയ്ത് അതിൻ്റെ അകത്ത് പ്രത്യേക രീതിയിലുള്ള നമ്മുടെ സംസ്കാരത്തെ അധിഷ്ഠിതമായിട്ടുള്ള എന്നാൽ നവീന രീതിയിലുള്ള കാര്യങ്ങളാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എൻ്റെ സാറ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതായത് മിനിമം 3 തരം സംഗീതമെങ്കിലും ഉണ്ട്, അതിൽ കൂടുതലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെയിൻറ്റ് ത്യാഗരാജ, അദ്ദേഹം പണത്തിന്റെ പുറകെ പോയില്ല, പേരിന്റെ പുറകെ പോയില്ല, അദ്ദേഹം സംഗീതത്തിന് വേണ്ടി ജീവിച്ചു, അദ്ദേഹം സെയിൻ്റ് ആയിട്ടാണ് ഇപ്പം നമ്മൾ അറിയണത് എന്ന് പറയുന്ന പോലെ. അതിനുശേഷമാണ് അതൊരു 1960 മുതൽ വേണമെങ്കിൽ നമ്മൾ കുറേ കാലത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഭാവാർത്ഥമായ സംഗീതം, അതിനെ ഭാവാർത്ഥം എന്ന് പറയുന്നത് നല്ല ഗാനരചന, അപാരമായ സംഗീത ഗായികമാർ, നല്ല ഓർക്കസ്ട്ര എല്ലാം കൂടി ചേർന്ന് നല്ലൊരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള സംഗീതം എന്തായാലും നേരത്തെ മുതലുണ്ട് ഒരു അർത്ഥാർത്ഥ സംഗീതം എന്ന് പറയുന്നത്. നമ്മൾ തൊഴിലിന് വേണ്ടി നമ്മൾ സംഗീതം ചെയ്യുന്നു. ഇപ്പോൾ ഈ അടുത്ത് തന്നെ കുറഞ്ഞ് 2 തരം ഡയറക്ടർമാർ വന്നു. ഈ അടുത്ത് ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നൊരു പടം വടക്കൻ തേരോട്ടം, അതിൻ്റെ ഡയറക്ടർ പറഞ്ഞത് ഞങ്ങൾക്ക് രാഗാധിഷ്ഠിത സംഗീതം വേണം, നല്ല മെലഡി വേണം, നല്ല ഓർക്കസ്ട്ര വേണം, പക്ഷെ നല്ല സൗണ്ടിങ് ആയിരിക്കണം, നല്ല ക്വാളിറ്റി വേണം, പുതുമയാർന്ന സംഗീതം ആയിരിക്കണം. അപ്പം നമുക്ക് വളരെ സന്തോഷമായി. പക്ഷെ വേറൊരു ഡയറക്ടർ വന്നതിനൊരു 3 പാട്ടുണ്ട്. അദ്ദേഹം നല്ല സിനിമ, നല്ല കഥ, അപ്പോൾ നമ്മൾ കരുതി ഒരു മെലഡിയെങ്കിലും കാണും, പക്ഷെ 3 പാട്ടും അടിപൊളി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ എല്ലാവരും കൂടി തീരുമാനിക്കണം നല്ല പാട്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾക്ക് കാവ്യാത്മകതയ്ക്ക് അപ്പം പുറം പോകേണ്ട ഒരു കാലം, പഠിച്ചത് എക്കണോമിക്സുമാണ്, നീങ്ങാൻ പറ്റുന്നോ? തീർച്ചയായിട്ടും നമുക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. കാരണം ലോകത്തെല്ലാം ഇപ്പം നമ്മളിപ്പോൾ സിനിമാ ഗാനത്തിൽ അല്ലെങ്കിൽ ഗാനശാഖയിൽ മാത്രമല്ലല്ലോ മാറ്റം. നമ്മൾ കാളവണ്ടിയിൽ പണ്ട് സഞ്ചരിച്ചിരുന്നു, ഇപ്പം നമ്മൾ അപ്പം വാഹന മേഖലയിൽ ആ മാറ്റം വന്നു. ലോകത്തുള്ള എല്ലാ കാര്യത്തിലും മാറ്റം വന്നതിൻ്റെ കൂട്ടത്തിലാണ് ഈ കവിതയിലും സാഹിത്യത്തിലും എഴുത്തിലും ഈ സംഗീതത്തിലൊക്കെ മാറ്റം വന്നത്. ആ ട്രെൻഡ് നല്ലതാണ്, പോസിറ്റീവാണ്. ഒരു റാപ്പ് പാട്ട് എഴുതാൻ പറഞ്ഞാൽ മുരുകൻ കാട്ടാക്കടയ്ക്ക് തീർച്ചയായിട്ടും എഴുതും, ആവശ്യം വന്നാൽ എഴുതും. തീർച്ചയായിട്ടും എഴുതും. ഇപ്പൊ ഈ നമുക്കിപ്പോ ഈ നമ്മുടെ പയ്യൻ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഗംഭീരമായ വരികൾ അതിനകത്തുണ്ട്. നമ്മളിതിന്റെ ബഹളത്തിനിടയിൽ ശ്രദ്ധിക്കാതെ പോകുന്ന എത്രയോ വരികയാണ്. ഇപ്പോൾ